പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ്-19 പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ കാരണം കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. സർക്കാരിൻ്റെ സഹായങ്ങൾ ചിലതെല്ലാം വാക്കിൽ ഒതുങ്ങി പോകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നിരവധി പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപേക്ഷയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആനുകൂല്യങ്ങൾ കാര്യമായി അടിത്തട്ടിൽ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. മഞ്ഞ, പിങ്ക്, അതുപോലെ തന്നെ വെള്ള, നീല എന്നീ 4 കളറുകളിലായിട്ടാണ് റേഷൻ കാർഡ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പക്ഷേ ഈ കൊറോണ കാലഘട്ടം ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ആളുകളൊന്നും റേഷൻ കാർഡിൻ്റെ കളർ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല. ജോലിക്ക് പോകുന്നവർക്ക് കൃത്യമായി വീട്ടിലെ ചെലവ് നടത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്നാൽ ലോക്ക്ഡൗൺ കാലഘട്ടം വന്നതിൻ്റെ ശേഷം സ്ഥിതി മറിച്ചാണ്. റേഷൻ കാർഡുകളുടെ നിറം നോക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സമയത്താണ് ഓരോ കുടുംബവും. കാരണം എല്ലാവരും ജോലിയും മറ്റു വരുമാന മാർഗങ്ങളൊക്കെ നിലച്ചുകൊണ്ട് വീടുകളിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം മഞ്ഞ, പിങ്ക് എന്നീ 2 റേഷൻ കാർഡുകളിൽ ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. ഇതുവരെ കാര്യമായി യാതൊരു ആനുകൂല്യവും വെള്ള, നീല കാർഡുടമകൾക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സൗജന്യ കിറ്റ് വിതരണവും കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി വിതരണവും പിങ്ക് കാർഡുടമകൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഈ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന പയർവർഗ്ഗങ്ങളോ അരിയോ ഒന്നും തന്നെ വെള്ള, നീല കാർഡുടമകൾക്ക് ലഭിക്കില്ല. മറിച്ച് അവർക്ക് ലഭിക്കാൻ അർഹതയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന കിറ്റ് വിതരണം മാത്രമാണ്. അതുതന്നെ ഈ ഒരു ഘട്ടത്തിൽ അഥവാ 2 മാസമായിക്കൊണ്ട് ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം വിതരണം ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നീല കാർഡ് ഉടമകൾക്കും വെള്ള കാർഡ് ഉടമകൾക്കും എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ച് സമകാലികം ചാനലിൽ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഈ ഒരു സമയത്ത് നിരവധി കമൻറ്റുകളാണ്. യഥാർത്ഥത്തിൽ സമ്പന്നരാണ്, അതല്ലെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്ന ആളുകളുടെ ചിന്തകൾ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ കമൻറ്റുകളും ഇതിൻ്റെ വാസ്തവവും, ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും രാജ്യത്തെ ജനങ്ങൾക്ക് അനുവദിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരുപാട് കമൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം ഞാൻ എടുത്തു വായിക്കുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് ഒരിക്കലും പ്രായോഗികമല്ല. എന്നാൽ ഏറെക്കുറെ കമൻറ്റുകളുടെ വികാരം ഒരേ തരത്തിലുള്ള വികാരം തന്നെയാണ് അതിൽ ആളുകൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കമൻറ്റുകളാണ് നമ്മൾ വായിക്കുന്നത്. ഓരോ കമൻറ്റുകളും മനസ്സിനെ വല്ലാത്ത വേദനിപ്പിക്കുന്ന തരത്തിൽ സർക്കാരുകൾ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലാണ് ഓരോ നീല, വെള്ള കാർഡുടമകളുടെ കുടുംബങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കമൻറ്റുകൾ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള അഭിപ്രായമാണ്, നിർദ്ദേശങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മഞ്ജു പറഞ്ഞിരിക്കുന്നത്, വെള്ള കാർഡുള്ളവർ ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലല്ലോ, പുതിയ കാർഡിന് അപേക്ഷിച്ചപ്പോൾ കിട്ടിയതാണ് വെള്ള കാർഡ്. ഞങ്ങളും പാവപ്പെട്ടവർ തന്നെയാണ്, ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല. അഷ്റഫ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കാർഡ് APL ആണ്. എനിക്ക് 4 ചെറിയ മക്കളാണുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂലിപ്പണിയാണ് ഞങ്ങൾക്കുള്ള ആകെയുള്ള ഒരു വരുമാനമെന്ന് പറയുന്നതും ആശ്രയമെന്ന് പറയുന്നതും. എന്നാൽ 2 മാസമായിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല, ജോലിക്ക് പോകാനും പറ്റിയിട്ടില്ല. ഇങ്ങനെ പോയാൽ പട്ടിണിയാവും. അഷ്റഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ ഭാര്യയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കമൻറ്റ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നീലക്കാട് കുടുംബങ്ങളുടെ യഥാർത്ഥ ചിത്രമാണ് ആ ഒരു കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യൻ ഇന്ദ്രചൂട് പറഞ്ഞിരിക്കുന്നത്, റിച്ച് എന്ന് കരുതി കാര്യമില്ല സാറേ, പട്ടിണിയാണ് കുടുംബത്തിൽ. അബ്ദുൽ കരീം പറഞ്ഞിരിക്കുന്നത്, APL BPL മാനദണ്ഡം എന്താണ്? ഈ ലോക്ക്ഡൗൺ കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരിൽ നീല കാർഡുള്ളവരുമുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും BPLക്കാർക്ക് മാത്രം മതിയോ? വോട്ട് ചെയ്യുമ്പോൾ APL കാർഡുള്ളവർ വോട്ട് ചെയ്യണ്ടേ? ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ കരീമിൻ്റെ കമൻറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അലൂഫ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത്, ഹലോ, ഞങ്ങൾ പ്രവാസി കുടുംബങ്ങളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വരുമാനവുമില്ല. APL കാർഡാണ് ഞങ്ങൾക്കുള്ളത്.
പ്രവാസികളുടെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കറിയാം. അവരുടെ ഒരു കുടുംബാംഗത്തിൻ്റെ ഒരു വേവലാതിയാണ് പറഞ്ഞിരിക്കുന്നത്. PK വീഡിയോസ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ എല്ലാം ഒന്നുപോലെ തന്നെയാണ്, കുറച്ചു പേർ മാത്രം ജീവിച്ചു പോയാൽ മതിയോ? മഞ്ഞക്കാർക്ക് കൊടുത്തതിലോ പിങ്കുകാർക്ക് കൊടുത്തതിലോ അല്ല, മറിച്ച് അത് എല്ലാവർക്കും എത്തിക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ഒരു നല്ല നിർദ്ദേശമാണ്. ആർക്ക് കൊടുത്തു എന്നതിലല്ല ആവലാതിയുള്ളത്, എല്ലാവർക്കും കൃത്യമായിട്ട് എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. ജോയ്സി ജോർജ് പറഞ്ഞിരിക്കുന്നത്, ഒരു മാസമായി കിറ്റ് ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഇത് പണ്ട് കുറുക്കൻ കാളയുടെ പുറകെ ഇപ്പോൾ കിട്ടും എന്ന് കരുതി നടന്നതുപോലെയാണ്. നാണമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ തള്ളുകൾ ഒരു കുറവുമില്ലല്ലോ എന്നുള്ളതാണ് ജോയ്സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. ബേബി സത്യ പറഞ്ഞിരിക്കുന്നത്, കേരളത്തിൽ പല ദാരിദ്ര്യമുള്ള ആളുകളും ഇതുപോലെ നീല വെള്ള കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക? ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോളി ജോയ് കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് കാർഡിന് വേർതിരിവ്? നീലയും വെള്ളയും ഉള്ളവർക്ക് കൊറോണ വരികയില്ലേ എന്നാണ് കണക്കാക്കുന്നത്. ഈ ദുരന്ത കാലത്ത് സൗജന്യ കിറ്റ് എല്ലാവർക്കും വേണം. അഖിൽ ഗിരീഷിൻ്റെ കമൻറ്റ്, അഖിൽ ഗിരീഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അമ്മയാണ് ഒരു പക്ഷേ ഈ ഒരു കമൻറ്റ് എഴുതാൻ കാരണമായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കമൻറ്റിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എൻ്റെ കാർഡ് ഇതിനു മുമ്പ് BPL ആയിരുന്നു, ഇപ്പോൾ APL ആക്കി. ഇവിടെ ആണെങ്കിൽ ഞാൻ വിധവ, ആരും എന്നെ നോക്കാനില്ല, കൂലിപ്പണി എടുത്തിട്ട് വേണം വല്ലതും വീട്ടിലേക്ക് വാങ്ങാൻ. ഒരു ആനുകൂല്യം പോലും സർക്കാർ ഈ കോവിഡ് ടൈമിൽ നൽകിയിട്ടില്ല. പണിക്ക് പോകാത്തത് കൊണ്ട് പൈസയുമില്ല. സർക്കാരിൻ്റെ കിറ്റ് നോക്കി നിൽക്കുകയാണ് ഞാൻ. വളരെ ആ കിറ്റ് എന്ന് പറയുന്നതെങ്കിലും അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ആവശ്യമെന്ന് പറയുന്നത്. ശ്രീജ പറഞ്ഞിരിക്കുന്നത്, വെള്ളക്കാർഡുകൾക്ക് മാവേലി വഴിയെങ്കിലും സാധനം തരണം. സൗജന്യമോ ഇല്ല, മാവേലി വഴി തന്നില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. കാരണം ഈ മാവേലി സ്റ്റോറുകളിലൂടെ വളരെ നല്ല രീതിയിൽ ചെറിയ വിലക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുള്ള സൗകര്യമെങ്കിലും ഒരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹാക്സ് ഫോർ ലൈഫിൻ്റെ കമൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് തന്നെ തീരെ പാവപ്പെട്ട ഒരു വീടുണ്ട്, അവർക്ക് നീല കാർഡാണുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും കാർഡ് മാറ്റി കൊടുത്തിട്ടില്ല. പ്ലീസ്, ഇതുപോലെ ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് നീല കാർഡുകാർക്കും ഗവൺമെൻറ് പിങ്ക് മഞ്ഞ കാർഡുകാരെ പോലെ തന്നെ ഞങ്ങളെയും കാണണം. ഉള്ള ജോലിക്ക് പോവാൻ പറ്റാത്ത സ്ഥിതിയാണ്. റൈഹാനത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ BPL ഉൾപ്പെടാൻ അർഹതയില്ലാത്തവർക്കാണല്ലോ സർക്കാർ APL കാർഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആണ് ഈ കിറ്റും. അർഹതയുള്ളവർക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടുമില്ല. നിങ്ങൾ വിവരം പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു റൈഹാനത്ത്. റെജി പറഞ്ഞിരിക്കുന്നത്, ഈ സമയത്ത് കളറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്. ജോലി ചെയ്യുന്നവരുടെ സൗകര്യത്തിനാണ് റേഷൻ കാർഡിൻ്റെ കളർ. കൂലിപ്പണി ചെയ്യുന്ന ഞങ്ങൾക്ക് കാർഡ് വെള്ളയാണ്. അന്വേഷിച്ച് വേണം ഗവൺമെൻറ് പരിഹാരമുണ്ടാക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കാർഡ് വിതരണത്തിൽ അപാകതകളാണ് അദ്ദേഹം പറയുന്നത്. തിജിൽ അനൂപ് പറഞ്ഞിരിക്കുന്നത്, നീല കാർഡുള്ളവർക്ക് സബ്സിഡി സാധനങ്ങൾ പോലും മാവേലി സ്റ്റോറിൽ നിന്ന് കിട്ടാനില്ല. അതൊന്നും വിളിച്ചു ചോദിക്ക്. കടകളിൽ എല്ലാത്തിനും ഇരട്ടി വിലയാണ്. ഇതുപോലെ റേഷൻ കടകളിൽ അരി മാത്രമേ കിട്ടുകയുള്ളൂ. മണ്ണെണ്ണ, മാവ്, പച്ചരി ഇതൊന്നും ലഭിക്കില്ല. പുറത്തുള്ള കടകളിലെ അമിത വിലയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാതിയിൽ അദ്ദേഹം പറയുന്നത്. ഫൗസിയ പറഞ്ഞിരിക്കുന്നത്, BPL കാർഡിന് അവകാശപ്പെട്ടവരാണ്, എനിക്ക് കിട്ടിയത് വെള്ളക്കാർഡാണ്. ഫാസിൽ പറഞ്ഞത്, ഈ സാഹചര്യത്തിൽ മഞ്ഞ പിങ്ക് വെള്ളക്കാർഡ് ഒന്നുമില്ല, എല്ലാ കാർഡുടമകളും ഒരുപോലെയാണ്. സർക്കാർ കിറ്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, അല്ലാണ്ട് വേർതിരിവല്ല വേണ്ടത്. പിന്നെ മഞ്ഞ പിങ്ക് കാർഡുള്ളവർ ബുദ്ധിമുട്ടുള്ളതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് നീല വെള്ള കാർഡുടമകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പ്രവാസികളുള്ള വീട്ടിൽ. അതൊരു യഥാർത്ഥത്തിൽ ഫാസിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമെന്ന് പറയുന്നത്, ഫാസിൽ പച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രവാസികളുടെ വീട്ടിലേക്കൊന്നും യാതൊരുവിധ ആനുകൂല്യവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബശ്രീയിലൂടെ വലിയ രീതിയിലുള്ള വായ്പകൾ വിതരണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതും BPL കുടുംബത്തിൽ ഏറ്റവും അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ആനുകൂല്യവും ലഭിക്കുന്നത്. അതും APL കുടുംബത്തിന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ക്ഷേമനിധിയിലെ നിരവധി ആനുകൂല്യങ്ങൾ എല്ലാം APL കുടുംബത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനിമം കുടുംബശ്രീ മാർഗമുള്ള വായ്പാ പദ്ധതിയെങ്കിലും കൃത്യമായി 20,000 രൂപ ഇത്തരത്തിലുള്ള യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കാത്ത APL കുടുംബങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ കൊറോണ കാലത്ത് ഏറെ അത് ഗുണം ചെയ്യുമായിരുന്നു.
രേഖ രജീവ് പറഞ്ഞിരിക്കുന്നത് വളരെ കാര്യപ്രസക്തമായ കാര്യമാണ്. വോട്ട് ചോദിച്ചു വരുന്നതും കാർഡ് അടിസ്ഥാനത്തിലാണോ? ഞങ്ങൾ കൂലിപ്പണിയാണ്, നീലക്കാർഡും, ഇവിടെ ക്യാഷ് ഉള്ളവന് റോസ് കാർഡ്. ഹസീന എഴുതിയിരിക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ കാർഡിനും ഒരുപോലെ ആനുകൂല്യങ്ങൾ തരണം. പ്രമോദ് പറഞ്ഞിരിക്കുന്നത് ഒരു ഗതിയും സ്വന്തമായി വീട് പോലുമില്ല, എന്നിട്ടും കിട്ടിയത് വെള്ളക്കാർഡാണ്. കേന്ദ്രത്തിൻ്റെ അരിയും നഷ്ടം, കിറ്റാണെങ്കിൽ കിട്ടിയതോ ഇല്ല. ഇത് എന്തൊരു നിലപാടാണ്? അബ്ദുസലാം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും 5 കിലോ അരി നിരക്കിൽ അരി വിതരണം ചെയ്യണം. എത്രയോ പേരുണ്ട് റേഷൻ കടയിൽ അരി വാങ്ങി പുറത്തുള്ള കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന മുന്തിയ ഇനം അരി തിരിച്ചു വാങ്ങുന്ന ആളുകൾ. അവരൊക്കെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. തീർച്ചയായും ഹംലീദ് പറഞ്ഞിരിക്കുന്നത് പണം ഉള്ളവൻ അതുപോലെ പണം ഇല്ലാത്തവൻ, ചെറിയ വീട് സാധുക്കളാണ് എന്നൊക്കെ പറയുന്നവർക്ക് എല്ലാം കൊണ്ടും ആനുകൂല്യങ്ങളുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന ആളുകളാണ് എല്ലാം കൊണ്ടും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. വളരെ കാര്യപ്രസക്തമായ കാര്യമാണ്. കാരണം പാവങ്ങളെ നമ്മുടെ നാട്ടിൽ റിലീഫ് പദ്ധതികളൊക്കെ നടത്തുമ്പോൾ എല്ലാവരും സഹകരിക്കാനുണ്ടാകും. എന്നാൽ കുറച്ച് സാമ്പത്തികമുണ്ട് എന്ന് കരുതുന്ന ആളുകളെ യാതൊരു രീതിയിലും സഹകരിക്കാൻ ആളുണ്ടാകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത്. അഭിഷേക് പറഞ്ഞത് വലിയ കഷ്ടമാണ്, ഞങ്ങളെപ്പോലുള്ള നീലക്കാർഡുള്ളവരോട് ചെയ്യുന്നത് വേലയും കൂലിയുമില്ല. സുഹൈൽ പറഞ്ഞിരിക്കുന്നത് വെള്ളക്കാർഡ് ഉടമകൾ മനുഷ്യരല്ലേ? പിങ്ക് മഞ്ഞ കാർഡുള്ളവർക്ക് എല്ലാം അതിന് അർഹതപ്പെട്ടവർ എന്ന് സർക്കാരിന് അറിയുമോ? അർഹതയില്ലാത്തവരെ തിരിച്ചറിഞ്ഞ് കൊടുക്കുക. സിന്ധു ദാസ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകൻ്റെ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞു, ഒരു വരുമാനവുമില്ല. എന്തു ചെയ്യും? കാർഡിൻ്റെ കളർ നോക്കിയിരുന്നാൽ മതിയോ? ആരും ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കോവിഡാണ്, ക്വാറന്റൈൻ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? ഒരു കളർ. ഇത്തരത്തിലുണ്ടാകുന്ന പ്രസക്തമായ ചോദ്യങ്ങളാണ് ആ ഒരു വീഡിയോയിലൂടെ നിരവധി കേരളത്തിലുള്ള ആളുകൾ ചോദിച്ചിരിക്കുന്നത്. ഇത് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇനിയും 10-15 ദിവസം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി വീടുകളിൽ പട്ടിണിയും പരിഭവവുമായി മാറുമെന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് വെള്ളക്കാർഡും നീലക്കാർഡ് കുടുംബങ്ങൾ വളരെ സാമ്പത്തികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ തീർത്തും അത് തെറ്റാണ്. കാരണം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നിലപാടുകൾ കാരണം അത്തരത്തിൽ ആയി നിൽക്കുന്ന ആളുകളായിരിക്കാം. അവരുടെയൊക്കെ ആ ഒരു ബലഹീനത കണക്കെടുത്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ കോവിഡും കൊറോണയും ഇല്ലെങ്കിൽ കൃത്യമായി ജോലിക്ക് പോയി അവർക്ക് ഈ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ആളുകളാണ്. പക്ഷെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നത് ഏറെ അപകടകരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പങ്കുവെക്കുന്നത് അധികാര കേന്ദ്രത്തിൽ നിൽക്കുന്ന ആളുകൾ കൃത്യമായി ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സാധാരണക്കാരായ ഇത്തരക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.